ആണ്. പക്ഷെ മാക്കിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. ഇതിന്റെ പേര് പൗഡർ കിസ് എന്ന് കേട്ടോ. ഈ ഒരു ഷെയ്ഡിന്റെ പേര് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. ഇതിപ്പോ ജസ്റ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ അത് മാറ്റിയിട്ട് പുറത്തൊക്കെ പോകണമെങ്കിൽ നമ്മളിത് ഞാൻ യൂസ് ചെയ്യലില്ല, അവൾ ഇടയ്ക്ക് യൂസ് ചെയ്യലുണ്ട്. പക്ഷെ ആളിപ്പോ എന്റെ ബെനിഫിറ്റുമെയാണ് നോട്ടിട്ടിരിക്കുന്നത്. അവള് ബെനിഫിറ്റിന്റെ ടെഡിയാണ് ഒന്നുകൂടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഹായ് ഗൈസ്, കുറേ ദിവസത്തിന് ശേഷം ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തു എന്ന് മാറിയില്ല. അപ്പോഴേക്ക് എന്റെ വീഡിയോന്റെ താഴെ കുറെ പോസിറ്റീവ് കമന്റ് ഉണ്ട്. അതിന്റെ കൂടെ കുറെ ആൾക്കാർ എവിടെ പോയി എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ ഒരുപാട് കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് കാര്യം പറ, അല്ലെങ്കിൽ ചേച്ചി അതല്ല സംഭവം, ചേച്ചി അത് ടാംപോൺസ് ആണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ, ചേച്ചി അത് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ, ഇങ്ങനെ കുറെ കാറ്റഗറി ഓഫ് കമന്റ്സ് ഞാൻ കണ്ടു. ഈ കമന്റും ഇത് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ. സോ എന്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പേപ്പറിൽ നിന്ന് തുടങ്ങിയ ഒരു വിഷയമാണിത്. ആദ്യം തന്നെ എന്റെ വീഡിയോ കാണുന്ന പൊന്നുമക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇവിടുത്തെ വിഷയം ടിഷ്യൂ പേപ്പർ ചുരുട്ടിയതോ വലിച്ചെറിഞ്ഞതോ ബാസ്ക്കറ്റിൽ ഇട്ടതോ ഒന്നുമല്ല. ആദില എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇല്ലാത്ത ഒരു കാര്യം അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പൊ നിങ്ങൾ ആ വിഷയം ഒന്നും മൈൻഡ് ചെയ്യാണ്ട് അതിനൊരു പരിഗണനയും കൊടുക്കാണ്ട് അത് മൂലക്കിട്ടിട്ട് ടിഷ്യൂ പേപ്പർ അല്ലാതെ അത് ടാംപോൺസ് ആണ്, അത് ലിപ്സ്റ്റിക് ആണ്, അതിലെന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ? ഇനി അത് ലിപ്സ്റ്റിക് അല്ല, ഇനി അത് ടാംപോൺസ് ആണ്, അല്ലെങ്കിൽ ഇനി അത് ടിഷ്യൂ അല്ല, ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങ് സമ്മതിച്ച് നിങ്ങൾക്ക് അങ്ങ് ഇട്ട് തന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദില എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഉള്ളിൽ കാണിച്ച തെണ്ടിത്തരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തുവാ പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് ആ ഒരു സാധനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ആളുടെ പേഴ്സണൽ നമ്പർ അല്ലെങ്കിൽ ആളുടെ ചേച്ചിയുടെ നമ്പർ ആദിലയ്ക്ക് ഐലൈനർ ഉപയോഗിച്ച് ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു. ആ കൊടുത്ത ആ ഒരു കാര്യത്തെ ആദില ചെന്ന് നേരെ പറയാണ്, അനുമോളുടെ PR-ന്റെ കോണ്ടാക്ട് നമ്പറാണ് അനുമോൾ തന്നത്, അതിൽ അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊരു സാധനം ആദില അക്ബറിന്റെ അടുത്ത് എന്ന് പറയുന്നത്. അക്ബർ കടന്ന് കരയുന്ന സീനാവുന്ന അങ്ങനത്തെ കുറേ മേളങ്ങൾ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഇതേ ആദില വന്ന് മാറ്റി പറയുന്നു. എന്തു ആദില പറഞ്ഞേ? അല്ല, അനുമോൾ എനിക്ക് തന്നത് ആളുടെ ചേച്ചിയുടെ നമ്പറാണ്, പക്ഷെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന്. അപ്പം ഇതൊരു വ്യക്തി ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ ചെയ്യാത്തൊരു പ്രവൃത്തി അയാളെ കുറിച്ചിട്ട് വന്ന് പറയല്ലേ? ഇതിന് ഏത് ബേസിസിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല ഇത് ചോദിക്കുക. ഇത് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ ലൈവിൽ വരുമ്പോൾ അല്ലാത്തപ്പോൾ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അതിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാന്ന് വെച്ച് നമ്മൾ ടോട്ടൽ 3 ലിപ്സ്റ്റിക്. ഈ കയ്യിലിരിക്കുന്ന സാധനം ഒന്ന് സൂം ചെയ്ത് നോക്കിയേ. ഏതാണ്ട് ഇതുപോലത്തെ ഒരു സാധനമാണ് നൂറയുടെ കയ്യിൽ ഇരുന്നത്. ഇത് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. നിങ്ങൾ നേരത്തെ കണ്ട ആ വീഡിയോയിൽ ഈ ഒരു സാധനമാണ് കയ്യിലിരുന്നത്. ഇതാണ് നൂറേന്റെ കയ്യിലുള്ളത് എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, നൂറേന്റെ കയ്യിൽ ഇതാണ് ഇരിക്കുന്നത്, സമ്മതിച്ചു. പക്ഷേ ഒരു ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് പോകുമ്പം ഇമാതിരി ഒരു കള്ള എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമുണ്ടോ? ഡു യു തിങ്ക്? ആൻഡ് കുറെ ആൾക്കാർ ഇത് ലിപ്സ്റ്റിക് ആന്ന് പറയുന്നു, കുറെ ആൾക്കാർ ഇത് ടാംപോൺസ് ആന്ന് പറയുന്നു. ഈ നൂറ ആദില സപ്പോർട്ടേഴ്സ് ഒന്ന് തീരുമാനിക്കാവോ, ഒന്ന് ഫിക്സ് ചെയ്യാവോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ടാംപോൺസ് ആണെന്നും പറയുന്നുണ്ട് ആൻഡ് ഇതാണെന്നും പറയുന്നുണ്ട്. ആൻഡ് നൂറയുടെ ഒരു കള്ള എക്സ്പ്രഷൻ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണാം. അപ്പം എന്റെ വീഡിയോന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. കാരണം നിങ്ങൾ ചിലപ്പോൾ കരുതില്ലേ എന്തിനാണ് ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറയുന്നത്. ഇല്ലാത്തൊരു കാര്യമൊന്നുമില്ല, വീഡിയോന്റെ താഴെ വന്നതാണ്. ഞാൻ ഫുള്ളൊന്നും ഇരുന്ന് വായിച്ചിട്ടില്ല, കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം അതിൽ കുറേ ചേട്ടന്മാർ ഇരുന്ന് അങ്ങ് ന്യായീകരിക്കുന്നുണ്ട്. ഈ ഒരു കമന്റാണ്, എന്താ നമ്പർ കൊടുത്തത് അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാനല്ല, അവളുടെ വീട്ടിൽ വിളിച്ച് സംസാരിക്കാനാണ്. ഞാൻ പറഞ്ഞോ ഡീഗ്രേഡ് ചെയ്യാനാണ്? നിങ്ങളുടെ ആദിലയാണ് ബിഗ് ബോസ് ഹൗസിൽ വന്ന് പറഞ്ഞത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ചേച്ചി അത് ലിപ്സ്റ്റിക് ആണ്, വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് അനാലിസിസ് ചെയ്ത് ചേച്ചി. ഞാൻ ചേച്ചിയുടെ വീഡിയോ ലൈക്ക് ഹൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോ ശരിയല്ല ചേച്ചി, ഒന്നുകൂടെ ചേച്ചി അത് അനലൈസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ മോളെ, നല്ലൊരു കമന്റാണ്, പോസിറ്റീവാണ്. അത് ടിഷ്യൂ അല്ല, നൂറെടുത്തത് ലിപ്സ്റ്റിക് ആണ്, സൂം ചെയ്യൂ. വെൽ സെഡ് സിസ്റ്റർ. ഓക്കേടാ, നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് ഹൗസ് കണ്ടിട്ട് ലിപ്സ്റ്റിക് ആണെന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, ലിപ്സ്റ്റിക് ഞാൻ സമ്മതിക്കുന്നു. ഇനി അതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണ്ട. പക്ഷേ അതിൽ കാണിച്ച തിണ്ടിത്തരത്തിന് നിങ്ങൾക്ക് എന്തുവാ പറയാനുള്ളത്? എന്തുവാ പറയാനുള്ളത്? ഇനി നൂറേനെ സപ്പോർട്ട് ചെയ്താലും ഇന്ന് നൂറ ഇറങ്ങിയിട്ടുണ്ട്. നൂറ അത്യാവശ്യം വിന്നിങ് ലെവലിൽ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആദ്യത്തെ ഒരു 5-ന്റെ ഉള്ളിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന്റെ ഇടയിൽ തന്നെ ചാടിപ്പോയത് ഈ 2 ദിവസം കാണിച്ചിട്ടുള്ള കൂറ പരിപാടി കൊണ്ടാണ്.
അതിൻ്റെ അവിടെ കിടക്കട്ടെ. ഇപ്പൊ ഷാനവാസ് ഏട്ടനും അനീഷേട്ടനും കൂടെ വീണ്ടും അനുമോളുടെ കളി നിൽക്കണ്ടേ. എന്റെ പൊന്ന് അനീഷേട്ടൻ ഈ പരിപാടി നിർത്തി മര്യാദയ്ക്ക് ഗെയിം കളിക്കും 2 ദിവസം. ഇപ്പോഴും ഈ പാട്ടും പാടി നടക്കുന്ന നിങ്ങൾ ഈ കളി കാണുമ്പോഴാണ് ഈ ചൊറിഞ്ഞു വരുന്നത്. പാരവരമ്പത്തിലൂടെ പോരണം ഒരു ബൈക്ക് പോകണം ഈ നടത്തങ്ങോട്ട് നടന്നിട്ടുണ്ട് ഈ ഷാനോ കോടന്നൂർക്ക് ആ മഞ്ഞ പേരടിച്ച വീട്ടിലോട്ട് പോരണം. ഇങ്ങനെയാണോ ചോദിക്കുക, അല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ ഇങ്ങനല്ലത് കഴിഞ്ഞ കാര്യങ്ങൾ അത് നമ്മളൊരു നൈസായിട്ട് അല്ല മനസ്സിലാകാനും പാടില്ല. അപ്പം നമ്മുടെ കാര്യങ്ങളായിട്ട് പറയും വേണം. ആ രീതിയിലാണ് നമ്മൾ അല്ലാതെ എനിക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഇങ്ങനെ. അയ്യേ ഓൾഡ് ജനറേഷൻ. എന്നാൽ 2K പിള്ളേർ അങ്ങനെയല്ല. നിങ്ങൾ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിച്ചാലും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അനീഷ് വാസ് എൻജോയിങ് ദിസ്, അനീഷ് വാസ് ഹാപ്പി. അനീഷിന് ഇതിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട്. കാരണം അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമർ ബിഗ് ബോസ് ഹൗസിൽ ഈ അനുവിന്റെ ഈ പ്രണയ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഹി വാസ് ലൈക്ക് എ സൂപ്പർ കിഡു. വാവ്, അടിപൊളി സാധനമായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പൊ ഇയാൾ ഒരുമാതിരി പഞ്ചാര ട്രാക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അനീഷ് എന്ന് പറഞ്ഞത്. അനീഷ് കാണിക്കുന്ന ഈ സാധനത്ത് എനിക്ക് താല്പര്യമില്ല. നേരിട്ട് കണ്ട മുഖത്ത് നോക്കി ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം PR അല്ലാണ്ട് പോലും PR ആന്ന് പറഞ്ഞ് ഒരുപാട് തെറിവിളി കേട്ട ആളാണ് ഞാൻ. ഇതൊക്കെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഇവരിൽ ഒരാളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് കണ്ട് രസിച്ച് കൗണ്ടർ ഇളക്കുന്ന ഒരു ആദ്യം തന്നെ ഈ ഒരു വിഷയം അവിടെ കഴിഞ്ഞതാ. വളരെ വൃത്തിയിൽ പറഞ്ഞു ഒഴിവാക്കിയതാണ്. പിന്നെ എന്തിനാണ് ലൈവിൽ ഇതിപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല. ഷാനവാസിന് ചിലപ്പം ഇതൊരു കണ്ടന്റ് കോംബോ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരിക്കും. പക്ഷേ ഇത് അനീഷിന് എത്ര എഫക്റ്റ് ചെയ്യുമെന്നും ഇത് അനുവിന് എത്ര ഇറിറ്റേറ്റഡ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഏതൊരു സാധനം ഇങ്ങനത്തെ ഈ 6 വിഷയങ്ങൾ അധികം ഡിസ്കസ് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഒരു ഫൺ എലമെന്റ് ആണെങ്കിൽ ഷാനവാസിനും അനീഷിനും കൂടെ മാത്രമായിട്ട് ഇതിരുന്ന് സംസാരിച്ച് അവിടെ തീർക്കാം. അനീഷ് ഷാനവാസും കൂടെ ചെന്നത് അനുവിന്റെ അടുത്ത് പറഞ്ഞ് ഒരു പൂവാലം കളിയൊക്കെ കളിക്കുന്നത് ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണെങ്കിലും അത് നിർത്തിയ ചാപ്റ്ററാണ്. അപ്പൊ ആ ലെവലിലൊന്ന് നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇന്നത്തെ ലൈവിൽ ശ്രദ്ധിച്ച ഒരു സാധനമാണത്. ഓൾറെഡി ഫ്രണ്ട്സ് ഇവിടെയുള്ള എല്ലാവരും എനിക്ക് ഞാൻ പറഞ്ഞ നിന്റെ ഈ കാര്യത്തിൽ നിനക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയെന്ന് എവിടെയെന്നറിയാം. എന്നിട്ടൊന്നും അഭിപ്രായം ചോദിച്ചില്ല. ഓൺലി ഫ്രണ്ട്സ് അല്ല അതൊക്കെ ഓക്കെ. ഓൺലി അതെപ്പോ ഈ മറ്റെന്താ പറയാ അണ്ടി പോയ അണ്ണാനെ പോലെ ആയതിനു ശേഷം ആദ്യം തന്നെ ഒരാളോട് ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരുന്ന ഫീലിംഗാണ്. അത് നമ്മൾ നേരെ കയറി എക്സ്പ്രസ് ചെയ്യുക. അല്ലാണ്ട് സുഹൃത്തുക്കളോട് മുഴുവൻ സംസാരിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എന്ത് ബേസിസിലാണ് ഇവന് ഉപദേശിക്കുന്നതെന്ന് അറിയില്ല. ഇനി റോസാപ്പൂവ് കൊണ്ട് വന്ന് പ്രപ്പോസ് ചെയ്താലും ഇനി മോതിരിട്ട് പ്രപ്പോസ് ചെയ്താലും ഫുള്ള് പടകം പൊട്ടിച്ച് പ്രപ്പോസ് ചെയ്താലും അനു എന്ന് പറയുന്ന വ്യക്തി അനീഷിനോട് ഇഷ്ടമാണെന്ന് പറയാൻ പോകില്ല. കാരണം അനുവിന് അനീഷ് എന്ന് പറയുന്ന ഒരു അമ്മാവനെ പോലെയാണ് അനു കാണുന്നത്. അതുകൊണ്ട് അനു ഒരിക്കലും അനീഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇനി വെറുതെ നീ അങ്ങനെ പ്രപ്പോസ് ചെയ്താൽ ഇങ്ങനെ പ്രപ്പോസ് ചെയ്താൽ റെഡി ആവും എന്ന് പറഞ്ഞിട്ട് ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി ഷാനവാസെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നാളെ തന്നെ ഈ ഇറങ്ങി പോണ്ടി വരും. ഓൺലി ഫ്രണ്ട്സ് ഇവിടെയുള്ള എല്ലാവരും ഓൺലി ഫ്രണ്ട്സ്. മനസ്സിലായി? ഇവിടെയുള്ള എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും സുഹൃത്തുക്കൾ. മനസ്സിലായോ? സുഹൃത്തുക്കളാണെങ്കിൽ നല്ലത്. ഇനി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്തായി കാണാൻ ശ്രമിക്കുക. പൊതുവെ ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഒരാൾ റിജക്ട് ചെയ്യുമ്പോൾ പെട്രോൾ ഒഴിക്കലും കത്തിച്ച് കളയലും നടക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടും ഫ്രണ്ടായി കാണുന്നുണ്ട് എന്ന് പറയുന്ന ഈ മനസ്സ് ശരിക്കും കൺഗ്രാജുലേറ്റ് ചെയ്യല്ല. ഇനി വീണ്ടും ഇത് പറഞ്ഞ് ഇതൊരു വിഷയമാക്കി ഡിസ്കഷനാക്കി ടോപ്പിക്കാക്കി അയാളെയും അനുവിനെയും ഒരുപോലെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനാരിയോ ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കിയുള്ള വ്യക്തികൾ കാണിക്കാണ്ടിരിക്കുക. 2 ദിവസം മാക്സിമം എന്റർടൈനിങ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പലതും മാറി മറിയാം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം. ബൈ.